പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എംബ്രേസിങ് എമ്പതി എന്ന് പറഞ്ഞ യൂണിറ്റിലെ ഒരു പുതിയ ചാപ്റ്ററാണ്. എംബ്രേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്ലേഷിക്കുക, ആലിംഗനം ചെയ്യുക, അല്ലെങ്കിൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ അവസ്ഥയെ നമ്മുടേതെന്ന രീതിയിൽ ഇരു കൈ നീട്ടി നമ്മൾ സ്വീകരിക്കുന്നതിനെയാണ് എമ്പതി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ സ്ഥാനത്ത് നമ്മളെ സങ്കല്പിച്ചുകൊണ്ട്, അത് സന്തോഷമായിക്കോട്ടെ സങ്കടമുള്ള ഒരവസ്ഥയായിക്കോട്ടെ, ആ അവസ്ഥയിൽ ആ വ്യക്തി നമ്മളായിരുന്നെങ്കിൽ എന്ന് സങ്കല്പിച്ചുകൊണ്ട് അവരുടെ ചിന്തകളും വിചാരങ്ങളും നമ്മുടേതെന്ന രീതിയിൽ മനസ്സിലാക്കി അവരോട് അതനുസരിച്ച് അനുകമ്പയോട് പെരുമാറുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ എമ്പതി കൊണ്ട് മീൻ ചെയ്യുന്നത്. താഴെ നമുക്ക് വാൾട്ട് വിറ്റ്മാൻ്റെ ഒരു കോട്ട് കാണാൻ കഴിയും. ഐ ഡു നോട്ട് ആസ്ക് ദ വൂണ്ടഡ് പേഴ്സൺ ഹൗ ഹി ഫീൽസ്. മുറിവേറ്റവനോട് എങ്ങനെയുണ്ടെന്ന് ഞാൻ ചോദിക്കാറില്ല. ഐ മൈസെൽഫ് ബിക്കം ദ വൂണ്ടഡ് പേഴ്സൺ. അതായത് അദ്ദേഹം പറയുന്നത്, ആ മുറിവേറ്റവൻ്റെ സ്ഥാനത്ത് അദ്ദേഹത്തെ കാണുകയും ആ മുറിവേറ്റവൻ്റെ വിഷമങ്ങളും ചിന്തകളും തൻ്റേതായ രീതിയിൽ മനസ്സിലാക്കുകയും അവനെ സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹം അവിടെ മീൻ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ദ യെല്ലോ അംബ്രല്ല. അടുത്തതായിട്ട് ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം കാണുക. വാട്ട് ഡു യു സീ ഇൻ ദിസ് പിക്ചർ? ഈ ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? ഒരു സ്ത്രീ കുറേ ഗിഫ്റ്റുമായിട്ട് കുറേ കുട്ടികളുടെ അടുത്ത് നിൽക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. വാട്ട് ഈസ് ദ വുമൺ ഡൂയിങ്? ആ സ്ത്രീ എന്താണ് ചെയ്യുന്നത്? ഗിഫ്റ്റ് മറ്റു കുട്ടികൾക്ക് കൊടുക്കുകയാണ്, അല്ലേ? ഹാവ് യു എവർ റിസീവ്ഡ് എ ഗിഫ്റ്റ്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അല്ലേ? ഡിഡ് ഇറ്റ് റിമൈൻഡ് യു ഓഫ് എ സ്പെഷ്യൽ ഇവൻറ്റ് ഇൻ യുവർ ലൈഫ് ഓർ ഓഫ് സംവൺ യു ലവ്? അങ്ങനെ കിട്ടിയ ആ ഒരു ഗിഫ്റ്റ് നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവത്തെയോ അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളെക്കുറിച്ചോ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടോ? ലെറ്റ് us read The Yellow Umbrella. We all have memories. നമുക്കെല്ലാവർക്കും പലതരത്തിലുള്ള ഓർമ്മകളുണ്ട്. സം ഓഫ് ദം ആർ പ്ലസൻറ്റ്. ചിലതൊക്കെ വളരെ സന്തോഷകരമാണ്. പ്ലസൻറ്റ് എന്ന് പറഞ്ഞാൽ സന്തോഷകരം. സം ഓഫ് ദം ആർ പെയിൻഫുൾ. ചിലത് വേദനാജനകമാണ്. വി സംടൈംസ് കം അപ്പോൺ ബാഡ് ടൈംസ്. ചിലപ്പോൾ നമ്മൾ ദൗർഭാഗ്യകരമായ അവസ്ഥയിലൂടെ അല്ലെങ്കിൽ മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകും. മെമ്മറീസ് ഓഫൻ മേക്ക് ദം മോർ പെയിൻഫുൾ. അത്തരം ഓർമ്മകൾ നമ്മെ കൂടുതൽ വേദനിപ്പിക്കാറുണ്ട്, അല്ലേ? ഒക്കേഷണലി എ മെമ്മറി അവൈക്കൻസ് ഇൻ us ദ ഡിസയർ ടു പൊസസ് സംതിങ്. ചിലപ്പോൾ ചില ഓർമ്മകൾ നമുക്ക് പലതും തിരികെ വേണം എന്നൊരാഗ്രഹം നമ്മളിൽ ഉണ്ടാക്കും. ഒക്കേഷണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടെ, വല്ലപ്പോഴും, ചിലപ്പോൾ എന്നൊക്കെയാണ് മീനിങ്. അവൈക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണർത്തുക. ഡിസയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം. ദ ഡിസയർ ഓഫൻ ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ഇൻട്രൻസിക് വാല്യൂ ഓർ പ്രൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഇൻട്രൻസിക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ മൂല്യം. ദ ഡിസയർ ഓഫൻ ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ഇൻട്രൻസിക് വാല്യൂ ഓർ പ്രൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്. അതായത് ഈ ആഗ്രഹം വേണമെന്ന് ആഗ്രഹിക്കുന്ന വസ്തുവിൻ്റെ യഥാർത്ഥ മൂല്യവുമായോ അതിൻ്റെ വിലയുമായിട്ടോ യാതൊരു ബന്ധവും ഉണ്ടാകില്ല. അതായത് മറ്റുള്ളവർക്ക് ഒരു വിലയും തോന്നാത്ത കാര്യങ്ങളായിരിക്കും നമുക്ക് ഏറ്റവും വിലയുള്ളതായിട്ട് ഉള്ളത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് ലഭിച്ച ഒരു ജോഡി ഷൂസോ ഒരു കുടയോ ഒരു പേനയോ ഒക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കാം. അത് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ലായിരിക്കാം. ഇറ്റ് ബിക്കംസ് വാല്യബിൾ ടു us ത്രൂ ഇറ്റ്സ് അസോസിയേഷൻ വിത്ത് അവർ മെമ്മറി. അതായത് നമുക്ക് ലഭിച്ച വസ്തുവിൻ്റെ ആ ഒരു സന്ദർഭത്തിൻ്റെയോ, അല്ലെങ്കിൽ അപ്പം എക്സാമ്പിൾ മുമ്പ് ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് കിട്ടിയ ഒരു പേനയോ, നമുക്ക് നമ്മുടെ ഓർമ്മകളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കും അത് വാല്യബിളായിട്ട് തീരുന്നത്. എ യെല്ലോ അംബ്രല്ല മേ ലുക്ക് എ വെരി ട്രിവിയൽ ഒബ്ജക്റ്റ് ടു യു. ട്രിവിയൽ എന്ന് പറഞ്ഞാൽ നിസ്സാരമായ. ഒരു മഞ്ഞക്കുട നിങ്ങളുടെ കാഴ്ചയിൽ വളരെ നിസ്സാരമായ വസ്തുവാണ്. ഇറ്റ് ഈസ് നോട്ട് എനിത്തിങ് ദാറ്റ് യു ബാഡ്ലി വിഷ് ടു ഓൺ. നിങ്ങൾ സ്വന്തമാക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു വസ്തുവല്ല അത്. ദാറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഹാസ് നോ പർട്ടിക്കുലർ അട്രാക്ഷൻ ടു യു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ വസ്തുവിനോട്
പ്രത്യേകിച്ച് താല്പര്യമോ ആകർഷണമോ ഇല്ലാത്തതുകൊണ്ടാണ്. യുവർ പേരൻസ് ഹാവ് ബോട്ട് യു സെവറൽ അംബ്രലാസ് സിൻസ് യുവർ ഫസ്റ്റ് ഇയർ അറ്റ് സ്കൂൾ. നിങ്ങൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയത് മുതൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് ഒന്നിലധികം കുടകൾ വാങ്ങിച്ചു തന്നിട്ടുണ്ടാവാം. സം ഓഫ് ദം ക്വൈറ്റ് കളർഫുൾ ആൻഡ് അട്രാക്റ്റീവ്. അതിൽ പലതും കളർഫുൾ ആയിട്ടുള്ള, അതായത് പല വർണ്ണങ്ങളുള്ളതായിരുന്നിരിക്കാം. There has been nothing special about a yellow umbrella in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മഞ്ഞക്കുടയ്ക്ക് യാതൊരു പ്രാധാന്യവും കാണുകയില്ല. But for Joseph, a young boy from Palmas in Brazil, a yellow umbrella was something special. ബ്രസീലിലെ പൽമാസിൽ നിന്നുള്ള ജോസഫ് എന്ന കുട്ടിക്ക് ഒരു മഞ്ഞക്കുട വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. We learn about Joseph from two Brazilian filmmakers, Helena Hilario and Mario Pesce. ബ്രസീലിയൻ ഫിലിം മേക്കേഴ്സായ ഹെലന ഹിലാരിയോ അതുപോലെ തന്നെ മാരിയോ പെസെ എന്നിവരിൽ നിന്നുമാണ് നമ്മൾ ജോസഫിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത്. ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് ഹിലാരിയോ ഗെറ്റിംഗ് എ ഫോൺ കോൾ ഫ്രം ഹർ സിസ്റ്റർ. ഹിലാരിയോയ്ക്ക് തൻ്റെ സിസ്റ്ററിൽ നിന്നും ഒരു ഫോൺ കോൾ വരുന്നതോടുകൂടിയാണ് കഥ ആരംഭിക്കുന്നത്. Her sister had been on a visit to an orphanage in Palmas with Christmas gifts for the children. ഹിലാരിയോയുടെ സഹോദരി പൽമാസിലുള്ള ഒരു അനാഥാലയത്തിൽ അവിടുത്തെ കുട്ടികൾക്കുള്ള ക്രിസ്മസ് ഗിഫ്റ്റുമായി പോയിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് അവൾ ഹിലാരിയോയെ വിളിച്ചത്. ദ ചിൽഡ്രൻ അറ്റ് ദ ഓർഫനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാഥാലയം, were delighted at seeing the toys they were given. തങ്ങൾക്ക് കിട്ടിയ കളിപ്പാട്ടങ്ങൾ കണ്ട് അനാഥാലയത്തിലെ കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലായിരുന്നു. ബട്ട് ഷീ നോട്ടീസ്ഡ് എ ബോയ് വിത്ത് എ മോൺഫുൾ ഫേസ്. മോൺഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമാവസ്ഥയിലുള്ള. ഹു ഷോഡ് നോ ഇൻട്രസ്റ്റ് ഇൻ ദ ടോയ്സ്. ഈ കളിപ്പാട്ടങ്ങളിലൊന്നും പ്രത്യേകം താല്പര്യം കാണിക്കാതെ മാറി നിൽക്കുന്ന, വളരെ വിഷമത്തോടു കൂടി മാറി നിൽക്കുന്ന ഒരു ആൺകുട്ടിയെ അവൾ ശ്രദ്ധിച്ചു. ഷീ വെന്റ് അപ്പ് ടു ഹിം ആൻഡ് ആസ്ക്ഡ് what he would like to have as a gift. അവൾ അവൻ്റെ അടുത്ത് ചെന്നിട്ട് നിനക്ക് സമ്മാനമായിട്ട് എന്താണ് വേണ്ടത് എന്ന് അവനോട് ചോദിച്ചു. എ യെല്ലോ അംബ്രല്ല, ഹി സെഡ്. അവൻ പറഞ്ഞു, എനിക്കൊരു മഞ്ഞക്കുട വേണം. ഹിസ് ഫേസ് സ്റ്റിൽ ഡൗൺ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ കുനിഞ്ഞിരിക്കുക. അതായത് അവൻ വളരെ വിഷമത്തോടെ നിരാശനായിട്ട് അങ്ങനെ കുനിഞ്ഞ മുഖത്തോടുകൂടിയാണ് അവളോട് പറഞ്ഞത്, എനിക്കൊരു മഞ്ഞക്കുട വേണം. ഹിലാരിയോ സിസ്റ്റർ വാസ് പസിൽഡ്. ഹിലാരിയുടെ സിസ്റ്റർ പസിൽഡ് എന്ന് പറഞ്ഞാൽ അമ്പരക്കുക അല്ലെങ്കിൽ അന്താളിച്ചു പോവുക. അപ്പോൾ ഒരു മഞ്ഞക്കുടയാണോ വേണ്ടത് എന്നുള്ള അവൻ്റെ ചോദ്യം, മഞ്ഞക്കുട വേണോ എന്നുള്ള ചോദ്യം കേട്ടപ്പോൾ അവൾ അന്താളിച്ചു പോയി. ബട്ട് സൂൺ ഷീ ഹാഡ് ദ ഹോൾ സ്റ്റോറി ഫ്രം ഹിം. പക്ഷെ അധികം താമസിയാതെ തന്നെ അവനെക്കുറിച്ചുള്ള മുഴുവൻ കഥയും അവൾക്ക് മനസ്സിലായി. ഇറ്റ് വാസ് നോട്ട് വെരി ലോങ് എഗോ. ഒത്തിരി നാളുകൾക്ക് മുമ്പല്ല. ദ ബോയ് വാസ് എമംഗ് എ ഗ്രൂപ്പ് ഓഫ് റെഫ്യൂജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭയാർത്ഥികൾ. അതായത് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ മൂലം തങ്ങളുടെ സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ മറ്റു രാജ്യങ്ങളിലേക്ക് നിയമപരമല്ലാതെ ചേക്കേറുന്നവരെയാണെന്ന് പറയുന്നത് അഭയാർത്ഥികൾ എന്ന് പറയുന്നത്. ഹു ഹാഡ് അറൈവ്ഡ് ഇൻ ദ കൺട്രി ഇൻ എൻ ഓപ്പൺ ബോട്ട്. അടുത്തിടെ ഒരു വള്ളത്തിൽ ബ്രസീലിൽ എത്തിച്ചേർന്ന ഒരു കൂട്ടം അഭയാർത്ഥികൾ, റെഫ്യൂജീസ്. അവരിൽ ഒരാളായിരുന്നു ഈ ആൺകുട്ടി. There were many like him all over the world. അവനെപ്പോലെ നിരവധി ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഉണ്ടായിരുന്നു. Running away for fear from their countries or thrown out as unwanted people. അതായത് സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ പേടിച്ച് നാട് വിട്ടവരുമുണ്ട്, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നാട് കടത്തപ്പെട്ടവരുമുണ്ട്. ഇറ്റ് വാസ് എ റെയിനി ഡേ. അത് ഒരു മഴയുള്ള ദിവസമായിരുന്നു. ഹിസ് ഫാദർ ഓപ്പൺഡ് എ ബിഗ് യെല്ലോ അംബ്രല്ല ദാറ്റ് പ്രൊട്ടക്റ്റഡ് ദം ഫ്രം ദ റെയിൻ ആസ് ദേ വോക്ക്ഡ്. അവൻ്റെ പപ്പ ഒരു വലിയ മഞ്ഞ കുട ഓപ്പൺ ചെയ്തു. അപ്പോൾ അവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മഞ്ഞ കുട മഴയിൽ നിന്ന് അവരെ സംരക്ഷിച്ചു. ദേ വെർ ഗോയിങ് ടു ആൻ ഓർഫനേജ്. അവർ ഒരു അനാഥാലയത്തിലേക്ക് പോവുകയായിരുന്നു. ഹിസ് ഫാദർ ലെഫ്റ്റ് ഹിം അറ്റ് ദ ഓർഫനേജ്.
അവൻ്റെ അച്ഛൻ അവനെ ആ ഓർഫനേജിൽ വിട്ടു അല്ലെങ്കിൽ ഉപേക്ഷിച്ചു. ദാറ്റ് വാസ് ദ ഓൺലി വേ ഔട്ട് ഫോർ ഹിം. അവൻ്റെ അച്ഛനും മുന്നുള്ള ഏക പോംവഴി അതായിരുന്നു. ഹി ഹാഡ് ബീൻ ഔട്ട് ഓഫ് വർക്ക് ഫോർ എ ലോങ് ടൈം. അദ്ദേഹത്തിന് വർക്കൊന്നും കിട്ടിയിട്ട് ഒത്തിരി നാളായിരുന്നു. നമ്മൾ പഠിച്ചു അദ്ദേഹം ഇവരെ അഭയാർത്ഥികളായിട്ട് വേറെ രാജ്യത്ത് നിന്ന് ബ്രസീലിൽ എത്തിയവരാണ്. അപ്പോൾ നിയമപരമായി എത്തിയവരല്ല, അവർക്ക് അങ്ങനെ പെട്ടെന്ന് ജോലിയൊന്നും കിട്ടിക്കാണില്ല. അങ്ങനെ കുറേ നാളായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർക്കുള്ള ആഹാരത്തിനുള്ള വക പോലും കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടായിരുന്നില്ല. The only hope of survival for his son was to grow up in the orphanage. തൻ്റെ മകൻ ജീവിച്ചിരിക്കണമെങ്കിൽ ഉള്ള ഏക പ്രതീക്ഷ അവനെ ഒരു അനാഥാലയത്തിൽ വളർത്തുക എന്നുള്ളതായിരുന്നു. The boy watched as his father walked away. തൻ്റെ അച്ഛൻ നടന്നകലുന്നത് അവൻ നോക്കി നിന്നു. Raindrops bouncing off the yellow umbrella. മഴത്തുള്ളികൾ ആ മഞ്ഞക്കുടയിൽ വീണിട്ട് തട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. That was the last time he saw his father. അന്നായിരുന്നു അവൻ തൻ്റെ അച്ഛനെ അവസാനമായിട്ട് കണ്ടത്. The yellow umbrella had become etched in his memory. ആ മഞ്ഞക്കുട അവൻ്റെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞു. It was as if the yellow umbrella would unite him with his family someday. അതായത് എന്നെങ്കിലും ആ മഞ്ഞക്കുട അവനെ അവൻ്റെ കുടുംബത്തോട് ഒന്നിപ്പിക്കുമെന്ന് തോന്നിക്കുമാറ് അത്രമേൽ ആ മഞ്ഞക്കുട അവൻ്റെ ഹൃദയത്തിലങ്ങ് ആഴത്തിൽ പതിഞ്ഞു. ഹിലാരിയോ വാസ് ഇംപ്രസ്ഡ് ബൈ ദ ബോയ്സ് സ്റ്റോറി. ഇംപ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാധീനിക്കുക. ആ കുട്ടിയുടെ കഥ ഹിലാരിയോയെ സ്വാധീനിച്ചു. ഷീ തോട്ട് ഓഫ് ടേണിംഗ് ദ ബോയ്സ് പെയിൻഫുൾ മെമ്മറി ഇൻ ടു എ വർക്ക് ഓഫ് ആർട്ട്, എ റെക്കോർഡ് ഓഫ് എംപതി ആൻഡ് ഹോപ്പ്. ആ കുട്ടിയുടെ വേദനാജനകമായ ഓർമ്മകൾ എംപതിയുടെയും ഹോപ്പിൻ്റെയും ഒരു നേർസാക്ഷ്യമെന്ന നിലയിൽ ഒരു മികച്ച കലാസൃഷ്ടി അല്ലെങ്കിൽ ഒരു ഫിലിം ചെയ്യാമെന്ന് ഹിലാരിയോ വിചാരിച്ചു. It took 10 years for Hilario and her associate Mario Pesce to produce the animated film Umbrella. അംബ്രല്ല എന്ന പേരിൽ ജോസഫിൻ്റെ ഈ കഥ ഒരു ആനിമേറ്റഡ് ഫിലിമാക്കി മാറ്റാനായിട്ട് അവർക്ക് ഹിലാരിയോയ്ക്കും അവരുടെ അസിസ്റ്റൻ്റായ മാരിയോ പെസയ്ക്കും 10 വർഷം വേണ്ടി വന്നു. വിച്ച് വാസ് ദ ഫസ്റ്റ് ഫിലിം ദേ മെയ്ഡ് ആസ് ഡ്യുയോ. അവർ ഇരുവരും ചേർന്ന് നിർമ്മിച്ച ആദ്യത്തെ ഫിലിമായിരുന്നു അംബ്രല്ല. ഇറ്റ് വാസ് റിലീസ്ഡ് ഇൻ 2019. ഇത് 2019 റിലീസായത്. ഇറ്റ് റിസീവ്ഡ് ആൻ ഓസ്കർ നോമിനേഷൻ ആൻഡ് വെന്റ് ഓൺ ടു വിൻ റെക്കഗ്നിഷൻ അറ്റ് സെവറൽ ഫിലിം ഫെസ്റ്റിവൽസ്. അംബ്രല്ല എന്ന ഈ ആനിമേറ്റഡ് ഫിലിമിന് ഓസ്കാർ നോമിനേഷൻ ലഭിക്കുകയും അതുപോലെ തന്നെ മറ്റു പല ഫിലിം ഫെസ്റ്റിവൽസിലും ഇതിന് വളരെയധികം അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്തു. Umbrella is a film that can both entertain and enlighten grown-ups and children alike. Grown-ups എന്ന് പറഞ്ഞാൽ മുതിർന്നവരെ, alike എന്ന് പറഞ്ഞാൽ ഒരുപോലെ. അംബ്രല്ല എന്ന് പറഞ്ഞ ഈ ഫിലിം മുതിർന്നവരെയും ചെറുപ്പക്കാരെയും ഒരുപോലെ രസിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കഴിവുള്ളതാണ്. ഇറ്റ് ഇസ് എ സ്റ്റോറി ഓഫ് ലവ് ആൻഡ് ഹോപ്പ്. ഇത് സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും കഥയാണ്. ഇറ്റ് വിൽ കീപ്പ് അവർ ഫെയ്ത്ത് ഇൻ ദ വാല്യൂ ഓഫ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. മനുഷ്യൻ്റെ പരസ്പര ധാരണയുടെയും ഉത്തരവാദിത്വത്തിൻ്റെയും മൂല്യത്തിലുള്ള വിശ്വാസത്തിൽ ഇത് നമ്മെ നിലനിർത്തും. ദ യെല്ലോ അംബ്രല്ല എന്ന ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇതിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും വേഡ് ഗാലറിയുമായി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അംബ്രല്ല എന്ന ആനിമേറ്റഡ് മൂവിയുടെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണാവുന്നതാണ്. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഉപയോഗപ്രദമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.